ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സമൂഹ മന്ദരോഗ നിവാരണ ഗുളിക വിതരണ പരിപാടി 2 ഘട്ടങ്ങളിലായി നടപ്പാക്കുകയാണ്. ഒന്നാം ഘട്ടം ഡിസംബർ 14 മുതൽ 20 വരെയും രണ്ടാം ഘട്ടം ജനുവരി 4 മുതൽ 10 വരെയുമാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ മലേറിയ രോഗവാഹകരാണെന്ന ആരോഗ്യ വകുപ്പിന്റെ കണ്ടെത്തൽ ഏറെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. മന്ത്രി കെ.എം. മാണി രാജിവെക്കേണ്ടതില്ലെന്ന് SJD സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ. കോടതി വിധി വരുന്നതിന് മുൻപ് മാണിയെ കുറ്റക്കാരനാണെന്ന് പറയുന്നതിൽ പ്രസക്തിയില്ലെന്നും വീരേന്ദ്രകുമാർ. അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ മലേറിയ രോഗവാഹകരായി മാറുന്നത് ആശങ്കാജനകമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. അഴിമതി നടത്തുന്ന മന്ത്രിമാർക്ക് തണല് നൽകുന്ന ആൽമരമായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയെന്ന് M. മെഹബൂബ്. വിശദമായ വാർത്തകളിലേക്ക്. അഴിമതി നടത്തുന്ന മന്ത്രിമാർക്ക് തണലു നൽകുന്ന ആൽമരമായി മാറിയിരിക്കുകയാണ് സംസ്ഥാന മുഖ്യമന്ത്രിയെന്ന് M. മെഹബൂബ്. DYFI ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാർകോഴ കേസിലെ പ്രതി കെ.എം. മാണി രാജിവെക്കുക, മുഖ്യമന്ത്രിയുടെയും എക്സൈസ് മന്ത്രിയുടെയും പങ്ക് അന്വേഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി DYFI ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. എരഞ്ഞിപ്പാലത്തുനിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ പോലീസ് തടഞ്ഞു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. മെഹബൂബ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അഴിമതി നടത്തുന്ന മന്ത്രിമാർക്ക് തണലു നൽകുന്ന ആൽമരമായി മാറിയിരിക്കുകയാണ് സംസ്ഥാന മുഖ്യമന്ത്രി. മാന്യതയുണ്ടെങ്കിൽ മന്ത്രി കെ.എം. മാണി രാജിവെച്ച് വിജിലൻസ് അന്വേഷണത്തെ നേരിടണമെന്നും ബാർകോഴ ആരോപണത്തിൽ മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കുമുള്ള പങ്ക് അന്വേഷിക്കപ്പെടണമെന്നും മെഹബൂബ് വ്യക്തമാക്കി. ഉമ്മൻചാണ്ടിയെ പുറത്താക്കും ഞങ്ങൾക്കറിയാം. അതിനുള്ള ഗഡ്സില്ല. കാരണം നമ്മുടെ മുഖ്യമന്ത്രി ഈ ആൽവൃക്ഷം പോലെ ഈ കേരളത്തിന്റെ അഴിമതിക്കാർക്ക് ഒരാൽവൃക്ഷമായി നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ആ ആൽവൃക്ഷത്തിന് തണലായി ഈ നാട്ടിലെ മന്ത്രിമാർ തൊട്ട് കോൺഗ്രസ് നേതാക്കന്മാർ തൊട്ട് പ്രാദേശിക നേതാക്കന്മാർ വരെ അഴിമതി നിർത്തിയിരിക്കുകയാണ്. അപ്പോ മുഖ്യമന്ത്രി ഒരിക്കലും ഉമ്മൻചാണ്ടിയെ പുറത്താക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. DYFI ജില്ലാ സെക്രട്ടറി C. അശ്വിനി ദേവ് അധ്യക്ഷം വഹിച്ച മാർച്ചിൽ DYFI ജില്ലാ സെക്രട്ടറി അംഗം വരുൺ ഭാസ്കർ, അഡ്വക്കേറ്റ് M. റഷീദ്, P. ആതിര, SK സജീഷ്, K. സിനി, പിങ്കി പ്രദീപ്, VK കിരൺരാജ് എന്നിവർ സംസാരിച്ചു. കേസെടുത്തതുകൊണ്ട് മന്ത്രി കെ.എം. മാണി രാജിവെക്കേണ്ടതില്ലെന്ന് SJD സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ. വിധി വരുന്നതിന് മുൻപ് മാണിയെ കുറ്റക്കാരനാണെന്ന് പറയുന്നതിൽ പ്രസക്തിയില്ലെന്നും അത് കോടതിയിൽ തെളിയുന്നതുവരെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം തുടരാമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പ്രശ്നമില്ല. ഒരു കേസ് വന്നാൽ രാജിവെക്കണം എന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാന കേന്ദ്രമന്ത്രിസഭ രാജിവെക്കാൻ ഓരോ കേസ് കൊടുത്താൽ മതി. കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചാലേ രാജിവെക്കേണ്ട കാര്യമുള്ളൂ. ഒരു വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പിന്നെ രാജിവെക്കണമെന്നില്ല. ഇപ്പൊ നാളെ കോടതി അയാളെ കുറ്റവിമുക്തനാക്കിയാലോ? അതുകൊണ്ട് ഒരു വിധി വരുന്നത് വരെ അയാൾ കുറ്റക്കാരനായി കാണുകയോ അയാൾ രാജിവെക്കെന്ന് പറയുകയോ ചെയ്യുന്നതിൽ പ്രസക്തിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആ കേസ് ഇപ്പോൾ കോടതിയിലാണ്. ആ കോടതിയിൽ കേസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം. ബാക്കിയുള്ളതിനെ പറ്റും കേൾക്കാം. കൊയിലാണ്ടി പൂക്കാട് നടന്ന വാഹനാപകടത്തിൽ സ്കൂൾ വിദ്യാർത്ഥിനി മരിച്ചു. തിരുവങ്ങൂർ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആമിന ബഷീറാണ് ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് കയറുന്നതിനിടെ ലോറി തട്ടിത്തെറിപ്പിച്ചത്. 2 പേരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്.
കൊയിലാണ്ടി പൂക്കാട് ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് കയറുന്നതിനിടയിലാണ് അമിത വേഗതയിലെത്തിയ ലോറി വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇടിച്ചു കയറിയത്. സംഭവത്തിൽ തിരുവങ്ങൂർ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആമിന ബഷീർ മരിച്ചു. പരിക്കേറ്റ 2 പേരിൽ ഒരാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റൊരാളെ കൊയിലാണ്ടി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപകടത്തിനു ശേഷം ലോറി നിർത്താതെ പോയത് നാട്ടുകാരെ പ്രകോപിതരാക്കി. തുടർന്ന് നാട്ടുകാർ ലോറിയെ പിന്തുടരുകയും വെറ്റിലപ്പാറയിൽ നിന്ന് ലോറിയെ തടയുകയും അടിച്ചു തകർക്കുകയും ചെയ്തു. തൂവക്കോട് ബഷീറിന്റെ മകളാണ് ആമിന. സ്കൂളിൽ പരീക്ഷയ്ക്ക് പോകുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ മലേറിയ രോഗവാഹകരായി മാറുന്നത് ആശങ്കാജനകമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. മന്തുരോഗ പ്രതിരോധ ഗുളികകൾ കൃത്യമായി കഴിച്ചാൽ ഭയപ്പെടാനൊന്നുമില്ലെന്നും ജില്ലാ മലേറിയ ഓഫീസർ വി വിമൽരാജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമൂഹ മന്തുരോഗ നിവാരണ ഗുളിക വിതരണ പരിപാടി ഡിസംബർ ജനുവരി മാസങ്ങളിൽ നടക്കും. ഡിസംബർ 14 മുതൽ 20 വരെ 1ാം ഘട്ടമായും ജനുവരി 4 മുതൽ 10 വരെ 2ാം ഘട്ടമായും മന്തുരോഗ നിവാരണ ഗുളികകൾ വിതരണം ചെയ്യും. കേരളത്തിൽ തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലായാണ് മന്തുരോഗ വ്യാപനം ഇപ്പോഴും നടക്കുന്നത്. കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ മലേറിയ രോഗവാഹകരായി കാണുന്നത് ആശങ്കാകരമാണെന്ന് ജില്ലാ മലേറിയ ഓഫീസർ വി വിമൽരാജ് പറഞ്ഞു. പ്രതിരോധ ഗുളികകൾ കൃത്യമായി കഴിച്ചാൽ ആശങ്ക പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് ഒറീസ 8, ജാർഖണ്ഡ് 2, വെസ്റ്റ് ബംഗാൾ 1, UP 1, ബീഹാർ 1, AP 1. അപ്പൊ ഇങ്ങനൊരു ത്രെറ്റ് നമുക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇത് പരത്താൻ കഴിവുള്ള കൊതുക് നമ്മുടെ രാത്രികാലങ്ങളിൽ ഒരു 95% നമ്മളെ കടിക്കുന്നത് ഈ ക്യൂഡെക്സ് വിഭാഗത്തിൽപ്പെട്ട ഇത് മന്തുരോഗം പരത്തുന്ന കൊതുകാണ്. അപ്പൊ ട്രാൻസ്മിഷൻ കാലക്രമേണ വീണ്ടും പഴയ ലെവലിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി എല്ലാവരും ഈ 2 വയസ്സിന് മുകളിലുള്ള ആരോഗ്യമായിട്ടുള്ള എല്ലാവരും ഈ ഗുളിക കഴിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ആരോഗ്യ പ്രവർത്തകർ വീടുകളിൽ എത്തിക്കുന്ന മന്തുരോഗ പ്രതിരോധ ഗുളിക രാത്രി ഭക്ഷണത്തിന് ശേഷമാണ് കഴിക്കേണ്ടതെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. നിയമം മനുഷ്യന് വേണ്ടിയുള്ളതാണെന്നും അതിനെ ബഹുമാനിക്കണമെന്നും മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MP വീരേന്ദ്രകുമാർ. കേരള അഡ്വക്കേറ്റ്സ് ക്ലാർക്ക് അസോസിയേഷൻ 23ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷന്റെ 23ാം സംസ്ഥാന സമ്മേളനം നളന്തയിലാണ് സംഘടിപ്പിച്ചത്. സമ്മേളനം മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MP വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. നിയമം മനുഷ്യന് വേണ്ടിയുള്ളതാണെന്നും അതിനെ ബഹുമാനിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മൌലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനു പിന്നിൽ ഏകാധിപത്യത്തിന്റെ കൈകളുണ്ടെന്നാണ് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവകാശങ്ങൾ എന്ന് പറയുന്ന മൗലികങ്ങളാണ്. അവകാശങ്ങൾ മൗലികങ്ങളാണ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സമൂഹത്തിന് നീതി ലഭിച്ചില്ലെങ്കിൽ അവനവന്റെ മൗലികാവകാശങ്ങൾ പരിരക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ ആ വ്യവസ്ഥയിൽ കടന്നു വരുന്നത് ഏകാധിപത്യത്തിന്റെ സ്വകാര്യം. ലോക ചരിത്രം നമ്മൾ പല രാഷ്ട്രങ്ങളിൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ M അബ്ദുൽ സലാം പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് എടത്തൊടി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് MT പത്മ, കൌൺസിലർ കിഷൻ ചന്ദ്, ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ടെനീസൺ തോമസ്, അഡ്വക്കേറ്റ് MP സൂര്യനാരായണൻ, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് K ജയന്ത്, CP സദാനന്ദൻ, സംഘടനാ സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് K പ്രകാശൻ, സെക്രട്ടറി V രവീന്ദ്രൻ, P രാജൻ, PP രാഘവൻ, VP മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകളിൽ ഇടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു സ്റ്റാർ ഉണ്ട്. ഇത് തിരുവനന്തപുരത്തെ സ്റ്റാർ വിവേക്, ഇത് കോഴിക്കോട്ടെ സ്റ്റാർ നസീർ, ഇത് കോട്ടയത്തെ സ്റ്റാർ ലക്ഷ്മി, ഇത് കൊച്ചിയിലെ സ്റ്റാർ രാഹുൽ, ഇത് തൃശൂരിലെ സ്റ്റാർ ഐശ്വര്യ, ഇത് കണ്ണൂരിലെ ലിറ്റിൽ സ്റ്റാർ നേഹ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ വലിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. സ്റ്റൈൽ ആകൂ, സ്റ്റാർ ആകൂ. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. തൊഴിലും കൂലിയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഖാദി തൊഴിലാളികൾ നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന് ചെത്ത് തൊഴിലാളി യൂണിയൻ താലൂക്ക് കമ്മിറ്റി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി AV സദാശിവൻ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു.
മിനിമം കൂലി നടപ്പിലാക്കുക, വാർപ്പിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുക, പാവ് യഥാസമയം ലഭ്യമാക്കുക, പൂരക വരുമാന പദ്ധതി തുക മാസവേതനത്തോടൊപ്പം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഖാദി തൊഴിലാളികൾ CITU KBEA നേതൃത്വത്തിൽ ജില്ലാ ഓഫീസിന് മുമ്പിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചത്. ഡിസംബർ 1 മുതൽ ആരംഭിച്ച സമരത്തിന്റെ 13ാം ദിവസം ഖാദി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി PK രാജൻ ഉദ്ഘാടനം ചെയ്തു. ചെത്ത് തൊഴിലാളി യൂണിയൻ താലൂക്ക് കമ്മിറ്റി സമരത്തിന് ഐക്യദാർഢ്യമായി എത്തി. ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ നിന്നും പ്രകടനമായാണ് എത്തിയത്. തുടർന്ന് സമര സഖാക്കൾക്ക് സഹായധനം കൈമാറി. ജോയിന്റ് സെക്രട്ടറി AV സദാശിവൻ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. ആ സമരത്തിന്റെ പേരിൽ ചുംബിക്കണമെന്ന് പറയുന്ന ആൾക്കാരും ചുംബിക്കണ്ട എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിച്ച് അതിന്റെ പേരിലൊരു ചർച്ചയും എല്ലാ പത്രങ്ങളും മാധ്യമങ്ങളും വലിയ കാര്യമായിട്ട് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമുള്ള സമരങ്ങളെ ജനങ്ങളെ അറിയിക്കാനും ശ്രദ്ധ പിടിച്ചു വച്ചാനും എവിടെന്നും ഒരു ശ്രദ്ധ വരുന്നില്ല. അത്തരം കാര്യങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞ് തൊഴിലാളികളെ തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഐക്യനിര ഇത്തരം ഭരണാധികാരികളെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. KK മോഹനൻ, EK സിദ്ധാർത്ഥൻ, KBEA ജില്ലാ സെക്രട്ടറി P പ്രകാശൻ, P ശ്രീജ, M ദേവകി, T ഇന്ദിര തുടങ്ങിയവർ സംസാരിച്ചു. ജുഡീഷ്യറിയെക്കുറിച്ചുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നാട്ടിൽ അരാജകത്വം ഉണ്ടാവുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ. മുസ്ലിം ലീഗ് നേതാവ് PV അബ്ദുൽ വഹാബ് കയ്യേറിയ ചെറുവണ്ണൂരിലെ സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് BJP സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെറുവണ്ണൂരിൽ മുസ്ലിം ലീഗ് നേതാവും മുൻ MP-യുമായ PV അബ്ദുൽ വഹാബ് കയ്യേറിയ സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. മുതലക്കുളത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ അണിചേർന്നു. കിഡ്സങ്കോറ പരിസരത്ത് നടന്ന പ്രതിഷേധ പൊതുയോഗം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കാൻ നടത്തിയ മാർച്ചിന്റെ പേരിൽ BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ് അടക്കമുള്ളവർക്കെതിരെ ഉണ്ടായ കോടതി വിധിയിൽ ബാഹ്യ സമ്മർദ്ദമുണ്ടായെന്ന് അദ്ദേഹം പറഞ്ഞു. ജുഡീഷ്യറിയെക്കുറിച്ചുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നാട്ടിൽ അരാജകത്വം ഉണ്ടാവുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ സമരത്തിന്റെ പേരിൽ 5 വർഷം കഠിന തടവിന് ശിക്ഷിച്ച കോടതി വിധി അസാധാരണവും നീതിന്യായ വ്യവസ്ഥയിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്തതുമാണ്. വഹാബിന്റെ ഭൂമി തിരിച്ച് സർക്കാരിൽ ഏൽപ്പിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. കാരണം ജുഡീഷ്യറിയെക്കുറിച്ചുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നാട്ടിൽ അരാജകത്വം ഉണ്ടാവുന്നത്. ഗൌരവമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചിന്തിക്കേണ്ടതാണ്. കേരളത്തിൽ ഇതുപോലെ 5 കൊല്ലം കഠിന തടവിന് ഒരു ഔദ്യോഗിക പാർട്ടിയുടെ, ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഒരു ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിന് ഒരു തെളിവുമില്ലാതെ 5 കൊല്ലം കഠിന തടവിന് വിധിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ കടന്നകൈയായി പോയി. ഇതുകൊണ്ടൊന്നും അബ്ദുൾ വഹാബ് രക്ഷപ്പെടുമെന്ന് ആരും വിചാരിക്കണ്ട. എന്തായാലും ഇതൊരു നിമിത്തമായി. ഇനി അബ്ദുൾ വഹാബിന്റെ ഭൂമി തിരിച്ച് സർക്കാരിനെ ഏൽപ്പിക്കുന്നത് വരെയുള്ള പോരാട്ടം ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. രഘുനാഥിനെ പിടിച്ച് 5 കൊല്ലം അകത്തിട്ടാൽ അബ്ദുൾ വഹാബിന്റെ ഭൂമി പിടിക്കാൻ ഇനി ആരും വരില്ല എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവർ മൂഢസ്വർഗത്തിലാണെന്നാണ് അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. 2012 വഹാബിന്റെ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ മാർച്ച് നടത്തിയ BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ് അടക്കമുള്ളവരെ കോടതി 5 വർഷം കഠിന തടവിനാണ് ശിക്ഷിച്ചത്. ഇവർക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് TP സുരേഷ് അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി VV രാജൻ, NC ശശീന്ദ്രൻ, TK പ്രഭാകരൻ, TK പത്മനാഭൻ, P രമണിഭായ്, ശോഭാരാജൻ, T പീതാംബരൻ, BK പ്രേമൻ, T വാസുദേവൻ, KP പ്രകാശ് ബാബു എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് അരയിടത്തുപാലം അപ്പാർട്ട്മെന്റ് പെൺവാണിഭം പ്രമുഖർക്കെതിരെ കേസന്വേഷണം ആരംഭിച്ചു. ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ അസിസ്റ്റന്റ് കമ്മീഷണർ EP പൃഥ്വിരാജിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. നഗരത്തിലെ മുഴുവൻ പോലീസ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ അട്ടിമറിച്ച അരയിടത്തുപാലം അപ്പാർട്ട്മെന്റ് പെൺവാണിഭ കേസിൽ അന്വേഷണം ഊർജിതമാക്കി. ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ അസിസ്റ്റന്റ് കമ്മീഷണർ EP പൃഥ്വിരാജിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. മുഫ്ഫിസിൽ ബസ് സ്റ്റാൻഡിനടുത്ത 2 പ്രമുഖ വ്യാപാരികൾ, മലപ്പുറം സ്വദേശികൾ, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ തുടങ്ങി 15ഓളം പേർക്കെതിരെ കൂരാച്ചുണ്ട് സ്വദേശിനിയായ പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. നഗരത്തിലെ മുൻ ഉന്നത പോലീസ് ഓഫീസർക്ക് മുൻപാകെ താൻ ഇവരുടെ പേരുകൾ പറഞ്ഞിരുന്നതായും പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട്. പ്രമുഖ ഗൃഹോപകരണ വ്യാപാരി, മൊബൈൽ ഫോൺ വ്യാപാരി തുടങ്ങി മുഴുവൻ പേർക്കും DCRB അസിസ്റ്റന്റ് കമ്മീഷണർ നോട്ടീസ് നൽകി. ഇവരെ ഉൾപ്പെടുത്തി തിരിച്ചറിയൽ പരേഡ് നടത്തും. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനോട് ശനിയാഴ്ച ഹാജരാവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ലക്ഷങ്ങൾ വാങ്ങി പ്രമുഖരെ ഒഴിവാക്കിയെന്ന പരാതിയിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് കേസ് പുനരന്വേഷിക്കാൻ ഉത്തരവിട്ടത്.
മൊഴി നൽകിയിട്ടും രേഖകളിൽ നിന്ന് പ്രമുഖരെ ഒഴിവാക്കിയതിന്റെ വിശദാംശങ്ങൾ പുതിയ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പെൺകുട്ടി ഭാവിയിൽ മൊഴി മാറ്റാതിരിക്കാൻ നടപടികൾ അത്രയും വീഡിയോയിൽ ചിത്രീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ടയർ വ്യാപാരി OA കുര്യാക്കോസ്, മെഡിക്കൽ ഷോപ്പ് ഉടമ പരമേശ്വരൻ എന്ന അനിൽ എന്നിവരെ പെൺകുട്ടി തിരിച്ചറിഞ്ഞതിന്റെ ദൃശ്യങ്ങളും വീഡിയോയിൽ ചിത്രീകരിച്ചിരുന്നു. പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികളെ 2012 വിവിധ മാസങ്ങളിലായി ഫ്ളാറ്റുകളിലും വീടുകളിലും പാർപ്പിച്ച് പീഡിപ്പിച്ചെന്നാണ് കേസ്. ഇതിൽ ഒരു പെൺകുട്ടിയാണ് പരാതിയുമായി വീണ്ടും പോലീസിനെ സമീപിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡ്, പാളയം ബസ് സ്റ്റാൻഡ് നവീകരണത്തിനായി കോർപ്പറേഷന്റെ പുതിയ പദ്ധതികൾ. പുതിയ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് 27,40,000 രൂപയും പാളയം ബസ് സ്റ്റാൻഡിനായി 25 ലക്ഷം രൂപയുടെയും പദ്ധതികളാണ് കോർപ്പറേഷൻ കൌൺസിൽ അംഗീകാരം നൽകിയത്. പാളയം ബസ് സ്റ്റാൻഡിൽ സബ്വേയും അടിത്തറയും നവീകരിക്കാൻ 49.5 ലക്ഷം രൂപയുടെ കരാറിന് മേയർ പ്രൊഫസർ കെ പ്രേമജിത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര നഗരസഭാ കൌൺസിൽ യോഗം അംഗീകാരം നൽകി. മേൽക്കൂര, ടൈൽ പതിക്കൽ തുടങ്ങി പാളയം സ്റ്റാൻഡ് നവീകരണത്തിനായി 25 ലക്ഷം രൂപയുടെ മറ്റൊരു കരാറിനും അനുമതിയായി. മൊഫീസൽ ബസ് സ്റ്റാൻഡിൽ അറ്റകുറ്റപ്പണിക്കായി 27.4 ലക്ഷം രൂപയുടെ കരാറിനും ഭരണാനുമതി നൽകി. സ്റ്റാൻഡിൽ കംഫർട്ട് സ്റ്റേഷന്റെ പൊട്ടിയ വാതിൽ മാറ്റി സ്ഥാപിക്കുന്നതടക്കം 11 പ്രവൃത്തികളുടെ കരാറിനാണ് അംഗീകാരം നൽകിയത്. ആനക്കുളം സാംസ്കാരിക നിലയത്തിലെ അവശേഷിക്കുന്ന വികസന പ്രവൃത്തികൾക്കായി 68.1 ലക്ഷം രൂപയുടെ കരാറും അംഗീകരിച്ചു. നേരത്തെ കുളം നിന്ന സ്ഥലമായതിനാൽ നിലം കൂടുതൽ ഉറപ്പിക്കേണ്ടി വന്നതിനാലും മറ്റുമാണ് കരാർ തുക പുതുക്കേണ്ടി വന്നത്. ആനക്കുളം സാംസ്കാരിക നിലയത്തിലേക്കുള്ള റോഡിന്റെയും ഓവുചാലിന്റെയും നവീകരണം 15 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കും. കണ്ടകുളം ജൂബിലി ഹാളിൽ അറ്റകുറ്റപ്പണിക്ക് 10 ലക്ഷം രൂപയുടെ പുതുക്കിയ കരാറും അംഗീകരിച്ചു. ടോയ്ലറ്റ് നവീകരണം, പെയിന്റിംഗ്, ടൈലിടൽ തുടങ്ങി വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗണ്ണി സ്ട്രീറ്റ് റോഡ് നവീകരണത്തിനും ഡ്രൈനേജ് നിർമ്മാണത്തിനും 12 ലക്ഷം രൂപയുടെ കരാറിനും അംഗീകാരമായി. CH ഫ്ളൈ ഓവറിന് താഴെ 2 ലക്ഷം രൂപ ചിലവിൽ ടോയ്ലറ്റ് പണിയാനും കരാറായി. ഇവയടക്കം നഗരത്തിലെ വിവിധ മരാമത്ത് ജോലികളുടെ കരാറുകൾ അംഗീകരിച്ചുകൊണ്ടുള്ള 80-ലേറെ അജണ്ടകളാണ് യോഗം അംഗീകരിച്ചത്. M. രാധാകൃഷ്ണൻ മാസ്റ്റർ, OM ഭരദ്വാജ്, പൊറ്റങ്ങാടി കിഷൻ-ചന്ദ് എന്നിവർ സംസാരിച്ചു. മർക്കസ് സഖാഫത്ത് സുന്നിയ 37ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് ടെക്നിക്കൽ ഫെസ്റ്റ് ക്രിയ 14ന്റെ ഭാഗമായി MIET വിദ്യാർത്ഥികൾ ഹെൽമറ്റ് ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് K. രാധാകൃഷ്ണൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡിസംബർ 18 മുതൽ 21 വരെ കാരന്തൂരിൽ നടക്കുന്ന മർക്കസ് സഖാഫത്ത് സുന്നിയ 37ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് ടെക്നിക്കൽ ഫെസ്റ്റ് ക്രിയ 14ന്റെ ഭാഗമായി മർക്കസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി വിദ്യാർത്ഥികൾ ഹെൽമറ്റ് ബോധവൽക്കരണ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. 100ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്ത ബൈക്ക് റാലി ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് K. രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കോഴിക്കോട് കടപ്പുറത്തു നിന്നും ആരംഭിച്ച ബൈക്ക് റാലി നഗരം ചുറ്റി നടക്കാവ്, എരഞ്ഞിപ്പാലം, മലാപ്പറമ്പ് വഴി കാരന്തൂരിൽ സമാപിച്ചു. നൌഫൽ അലി, അഫീദ്, അജോ ജോസ് എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്രപഞ്ചം നാരായണ ട്രാവൽസ് ചുരുങ്ങിയ ചിലവിൽ ശബരിമല യാത്ര ഓൺലൈൻ ദർശനത്തോടുകൂടി തുലാം 29, 2014 നവംബർ 19 മുതൽ 2015 ജനുവരി 16 പടിപൂജ വരെ പ്രസാദ, താമസ, ഭക്ഷണ സൌകര്യങ്ങളോടുകൂടി യാത്ര പുറപ്പെടുന്നു. ശ്രീ ശബരിമലമേലുദിക്കുന്ന നിർധനരായ 201 സ്വാമിമാർക്ക് സൗജന്യ യാത്ര. വിശദവിവരങ്ങൾക്കും ബുക്കിംഗിനും ഓഫീസുമായോ അടുത്തുള്ള ഏജൻസിയുമായോ ബന്ധപ്പെടുക. ഫോൺ 0495-270-3872. സന്തോഷം തിളങ്ങുന്നൊരാഘോഷം നിമിഷങ്ങളെല്ലാം ഉത്സവം വാഴ്വെന്നും അഴകാം ഉത്സവം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു.
രാജ്യത്ത് കുത്തക മുതലാളിമാരുടെ താൽപര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടുന്നതെന്ന് സുപ്രീം കോടതി സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് തമ്പാൻ തോമസ്. അഭിഭാഷക വൃത്തിയുടെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന തമ്പാൻ തോമസിന് കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ നൽകിയ സ്വീകരണത്തിൽ പ്രസ് അക്കാദമി ചെയർമാൻ MP രാജേന്ദ്രൻ പൊന്നാട അണിയിച്ചു. രാജ്യത്തെ തൊഴിലാളി വർഗത്തിന്റെ നിലനിൽപ്പ് കടുത്ത ഭീഷണിയിലാണെന്ന് സുപ്രീം കോടതി സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് തമ്പാൻ തോമസ്. മുതലാളിമാരുടെയും കുത്തകളുടെയും താൽപര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടുന്നത്. മോഡി അധികാരത്തിലേറി 100 ദിവസങ്ങൾ കൊണ്ട് അദാനി ഗ്രൂപ്പ് 3000 കോടി രൂപയാണ് സമ്പാദിച്ചത്. രാജ്യത്തെ തുറമുഖങ്ങളുടെ കുത്തക അവർക്ക് നൽകിയിരിക്കുന്നു. അഭിഭാഷക വൃത്തിയുടെ സുവർണ ജൂബിലി ആഘോഷിക്കുന്നതിനോട് അനുബന്ധിച്ച് കാലിക്കറ്റ് പ്രസ് ക്ലബ് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുതിർന്ന പത്രപ്രവർത്തകൻ NP രാജേന്ദ്രൻ പൊന്നാടി അണിയിച്ചു. കമാൽ വരദൂർ അധ്യക്ഷത വഹിച്ചു. വിനോദ് ചന്ദ്രൻ, AV ഷെറിൻ, ബാലനാരായണൻ എന്നിവർ സംസാരിച്ചു. വ്യവസ്ഥാപിത ലിംഗനീതിയെയും ആവിഷ്കാര രീതികളെയും ചോദ്യം ചെയ്യുന്ന കളർ ഓഫ് ട്രാൻസ് നാടകം ആസ്വാദകർക്ക് വേറിട്ട കാഴ്ചയായി. 3ാം ലിംഗ ജീവിതങ്ങളെക്കുറിച്ചാണ് ചെന്നൈയിലെ പന്മേ തിയേറ്ററിന്റെ ബഹുഭാഷാ നാടകം പറയുന്നത്. 3ാം ലിംഗ ജീവിതത്തെ പശ്ചാത്തലമാക്കിയുള്ള കളർ ഓഫ് ട്രാൻസ് നാടകം കാണികൾക്ക് ശ്രദ്ധേയമായി. 3ാം ലിംഗ ജീവിതത്തെക്കുറിച്ചുള്ള ചെന്നൈയിലെ പന്മൈ തിയേറ്റേഴ്സിന്റെ ബഹുഭാഷാ നാടകമാണ് കളർ ഓഫ് ട്രാൻസ്. ഉഭയലിംഗ വ്യക്തികളുടെ ജീവിതകഥ 7 ഭാഗങ്ങളിലായി നാടകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. അഭിനേതാക്കൾ തന്നെ രചിച്ച നാടകത്തിൽ കാബ്രെ, മോണോലോഗ്, ക്ലൗൺ തിയേറ്റർ, കൊമേഡിയ സീൻ ആർട്ട്, പാത്തോസ്, അസംബന്ധ നാടകവേദി തുടങ്ങിയ രംഗവിധങ്ങളെ ഇണക്കിച്ചേർത്തിരിക്കുന്നു. ലിംഗസ്വഭാവം പരസ്യപ്പെടുത്തുന്നതിനെയും ലൈംഗികാമുഖ്യം വെളിപ്പെടുത്തുന്നതിനെയും ഭയപ്പെടാതെ ഈ നാടകം ഇന്ത്യൻ നാടകവേദിയിൽ തന്നെ ഒരു കുതിച്ചുചാട്ടമാണെന്നും സത്യപ്രകാശനത്തിന്റെ പ്രശ്നങ്ങളിലും രംഗവേദിയിലെ പുത്തൻ ഇടപെടലുകളിലും തൽപരരായവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ് ഈ നാടകമെന്നും പ്രവർത്തകർ പറഞ്ഞു. ഉഭയ ലൈംഗികതയെ അവജ്ഞതയോടെയാണ് പൊതുസമൂഹം കാണുന്നത്. ഏറ്റവും നിന്ദ്യനായവനെ ആണും പെണ്ണും കെട്ടവനെന്നാണ് വിളിക്കുക. ലൈംഗിക വ്യക്തിഗതയുടെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന ഞങ്ങളും മനുഷ്യരാണെന്ന് പറയാനാണ് നാടകം ശ്രമിക്കുന്നത്. ലണ്ടൻ സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സിൽ പഠനം പൂർത്തിയാക്കിയ സ്മൈൽ വിദ്യയും തമിഴ് ചലച്ചിത്ര നടിയായ ഏഞ്ചൽ ഗ്രാഡിസും ചേർന്നാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത്. ഇന്ത്യയിലെ ഏക ട്രാൻസ്ജെൻഡർ നാടകവേദിയുടെ കേരളത്തിലെ ഏക അവതരണമാണ് കോഴിക്കോട് സരോവരം ഓപ്പൺ സ്റ്റേജിൽ അരങ്ങേറിയത്. വാർത്തകൾ ചുരുക്കത്തിൽ. കാരപ്പറമ്പ് അയ്യപ്പ ഭക്തസംഘത്തിന്റെ 18ാമത് കാരപ്പറമ്പ് അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഡിസംബർ 14 മുതൽ 20 വരെ നെല്ലിക്കാവ് പറമ്പിൽ വെച്ച് നടക്കും. ഡിസംബർ 14 വൈകിട്ട് 4 മണിക്ക് അയ്യപ്പചരിത മഹായജ്ഞം ആരംഭിക്കും. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ നടക്കുന്ന അയ്യപ്പചരിത യജ്ഞത്തിന് ഡിസംബർ 18 ഉച്ചയോടെ സമാപനമാകും. ഡിസംബർ 20 രാവിലെ ഉദയകുറുമ്പശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഉടുക്കുകൊട്ടി വാദ്യഘോഷങ്ങളോടെ അയ്യപ്പൻ വിളക്ക് വേദിയിലേക്ക് അയ്യപ്പ വിഗ്രഹം ആനപ്പുറത്ത് എഴുന്നള്ളിക്കും. അയ്യപ്പൻ വിളക്കിന് TP രവിസ്വാമിയും സംഘവും നേതൃത്വം നൽകും. അസംഘടിത ഗ്രാമീണ തൊഴിലാളികളുടെ സംസ്ഥാന സമ്മേളനം ഡിസംബർ 14 ഞായറാഴ്ച കോഴിക്കോട് നടക്കും. അർഹരായ എല്ലാ തൊഴിലാളികൾക്കും ക്ഷേമനിധി ആനുകൂല്യങ്ങൾ അനുവദിക്കാനും ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും ക്ഷേമനിധികൾ കാലോചിതമായി പരിഷ്കരിക്കാനും സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് പ്രസിഡന്റ് ഡോക്ടർ MP പത്മനാഭൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അസംഘടിത ഗ്രാമീണ തൊഴിലാളികളുടെ സംസ്ഥാന സമ്മേളനം ഡിസംബർ 14 ഞായറാഴ്ച കോഴിക്കോട് നടക്കും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നാൾവഴികൾ എന്ന പേരിൽ 10 ഖണ്ഡങ്ങളായി ഒരു ചലച്ചിത്ര ആഖ്യാനം ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായ മലബാർ കലാപം ഡിസംബർ 15 രാവിലെ 9:30 ഫാറൂഖ് കോളേജ് ഓഡിയോ വിഷ്വൽ തിയേറ്ററിൽ ആദ്യ പ്രദർശനം നടത്തും. 1857 മുതൽ 1947 വരെയുള്ള ചരിത്രത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നാൾവഴികൾ എന്ന പേരിൽ കാംടെക് ടെലി മൂവീസ് ഒരുക്കുന്ന 10 മിനിറ്റ് ഡോക്യുമെന്ററികളിൽ രണ്ടാമത്തേതാണ് മലബാർ കലാപം. ഇത് KMCC മീഡിയ വിംഗാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാരന്തൂർ മർക്കസിന്റെ വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി ഊദ് എക്സ്പോ സംഘടിപ്പിക്കുന്നു. ഡിസംബർ 16 മുതൽ 21 വരെയാണ് ഊദ് എക്സ്പോ കാരന്തൂർ മർക്കസിൽ നടക്കുക. ഊദ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും സെമിനാറുകളും ഊദ് എക്സ്പോയുടെ ഭാഗമായി നടക്കും. 16 കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും 17 മുനവറലി ശിഹാബ് തങ്ങളും ഊദ് എക്സ്പോയുടെ വിവിധ സെഷനുകൾ ഉദ്ഘാടനം ചെയ്യും. അറിയിപ്പുകൾ. KSTA ജില്ലാ കലാവേദിയുടെ അഖില കേരള ചിത്രരചനാ മത്സരം 20 രാവിലെ 10 മുതൽ നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വിവരങ്ങൾക്ക് 9846202005 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സിഡിറ്റ് ഓഫ് ക്യാമ്പസിൽ 3 മാസത്തെ വീഡിയോഗ്രാഫി കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. SSLC യോഗ്യതയുള്ള ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്ക് അവസരം. വിവരങ്ങൾക്ക് 8606042500 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മന്ത്രി കെ.എം. മാണി രാജിവെക്കേണ്ടതില്ലെന്ന് SJD സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ. കോടതി വിധി വരുന്നതിന് മുൻപ് മാണിയെ കുറ്റക്കാരനാണെന്ന് പറയുന്നതിൽ പ്രസക്തിയില്ലെന്നും വീരേന്ദ്രകുമാർ. അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ മലേറിയ രോഗവാഹകരായി മാറുന്നത് ആശങ്കാജനകമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. അഴിമതി നടത്തുന്ന മന്ത്രിമാർക്ക് തണല് നൽകുന്ന ആൽമരമായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയെന്ന് M. മെഹബൂബ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.